അഞ്ജൂസ് ക്രാഫ്റ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മാലയാണ്. നമ്മൾ അതിന് വേണ്ടി ആദ്യം ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിലൊരു നടുക്കൊരു ബ്രൗൺ കളർ സ്റ്റോൺ വെച്ച് ചുറ്റും സ്റ്റോൺ ലേസും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലോക്കറ്റ് ഉണ്ടാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് അത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിന്ന് വെട്ടിയെടുത്ത് ലോക്കറ്റ് മാറ്റാം. അടുത്ത് നമുക്കൊരു വലിയ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് മാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മാലയുടെ അളവിന് ആദ്യം പച്ച തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലോട്ട് സ്റ്റോൺ ലേസ് വെച്ച് ഒട്ടിക്കാം. സ്റ്റോൺ ലേസ് നമുക്ക് 2 ലെയറായിട്ട് വേണം. ഇതിപ്പോൾ ആദ്യം ഒട്ടിക്കുന്നത് ഫസ്റ്റ് ലെയറാണ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയർ ഒട്ടിച്ച് തരുന്നു. സെക്കൻഡ് ലെയർ ഹാഫ് പോർഷൻ നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പോർഷനിൽ മാത്രം മതി. അടുത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ആ ഒരു ലോക്കറ്റിൻ്റെ നടുക്ക് വെച്ചിരുന്ന ബ്രൗൺ കളർ സ്റ്റോൺ ഉണ്ട്. അത് നമുക്ക് ഈ സെക്കൻഡ് ലെയർ സ്റ്റോൺ ലേസ് വെച്ചെടുത്ത് അത്രയും കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ലോക്കറ്റ് കൂടി ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ലോക്കറ്റ് നമ്മൾ പശ ലോക്കറ്റിൻ്റെ പുറകെ തേച്ചിട്ട് ഈ ഒരു മാലയുടെ സെൻറ്റർ പോർഷൻ വരുന്നത് കണക്കാക്കി ഒട്ടിക്കണം. ഒരു മാലയുടെ നടുക്കാണല്ലോ ലോക്കറ്റ് വരുന്നത്. അതുപോലെ നമുക്ക് പശ നന്നായിട്ട് തേച്ചിട്ട് ഈ ഒരു മാലയുടെ സെൻറ്റർ പോർഷൻ എവിടെയാണോ വരുന്നതെന്ന് നോക്കി ഈ ലോക്കറ്റ് അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. പിന്നീട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിന്ന് വെട്ടിയെടുത്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്